ഭൂചലനമുണ്ടായി എന്ന് ജനങ്ങൾ അറിയിച്ച കോഴിക്കോട്ടെ കായക്കുടി എള്ളിക്കാമ്പാറയിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. വില്ലേജ് ഓഫീസ് അധികൃതരും പോലീസും ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഭൂചലനം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കായക്കുടിയിൽ നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു. എള്ളിക്കാമ്പാറയിലാണ് കൃത്യമായി മിഥില ബാലൻ. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, അവിടെ ഭൂചലനം കാര്യമായിട്ട് അനുഭവപ്പെട്ടെന്ന് തന്നെയാണോ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്? ഗുഡ് മോർണിംഗ് സ്കാൻ. അങ്ങനെ തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമാണ് ഇവർക്കത് അനുഭവപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവരെല്ലാമാണ് ഇന്നലെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ. ഇവരൊക്കെയാണ് ഇന്നലെ വീട് വിട്ട് പുറത്തിറങ്ങി നിന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. എന്താണ് ഇന്നലെ സംഭവിച്ചത്? എന്താ നിങ്ങൾക്ക് അനുഭവപ്പെട്ട? അനുഭവപ്പെട്ട ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം വന്ന് ഞാനവിടെ ഇരിക്കുന്നതിന് അപ്പുറത്തെ വീട്ടിലപ്പോൾ ഞാൻ പേര് എൻ്റെ തലയിലൊക്കെ വന്ന് അടിക്കുന്നതെന്ന് അങ്ങനെ ഒരു ശബ്ദം. പിന്നെ ഇരുന്ന കസേലയെല്ലാം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങി അപ്പോൾ പേടിച്ച് പോയി ഞാൾ. അപ്പോൾ ഒരു മോള് ഇങ്ങനെ കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന അവൾ ഓടി അകത്തുനിന്ന് പുറത്തേക്ക് തുള്ളി പേടിച്ച് പോയി ഞാൾ എല്ലാവരും കൂടി. എന്താ ചേച്ചി, എന്താ അനുഭവപ്പെട്ടെന്നല്ലേ? ഇന്നലെ അനുഭവപ്പെട്ട അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് അന്നേരം തോന്നിയത് അതൊരു ഇടിയെടുക്കുന്നതാണ്. അതിൻ്റെ മുന്നേ മഴയുണ്ട്, അപ്പോൾ അതൊരു ഇടിയെടുക്കുന്നതാണ് അന്നേരം ഞങ്ങൾക്ക് തോന്നിയത്. ഒക്കെ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ടൊരു കുലുക്കം വന്നിന്. പിന്നെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ വീട് ഇവിടെ അതിൻ്റെ അരിയത്ത് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയുകയും ചെയ്ത് ഇടിയെടുത്തതാണല്ലോ എന്ന്. അന്നേരമാണ് വിളിക്കുന്നത്, ഒരു കടയിലുള്ള ഒരു ചേട്ടൻ വിളിച്ചിട്ട് ചോദിക്കുന്നത്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല, ഇടിയെടുക്കും പോലെയാണ് തോന്നിയത്, ഇന്നലത്തെ പോലെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിലാണ് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൽ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്? ആശങ്ക അകറ്റാൻ ഇന്നിവിടെ വിദഗ്ധ സംഘം വരുമെന്ന് പറയുന്നു. MLA ഇന്നലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ സംഭവ സ്ഥലത്തെത്തി MLA ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വില്ലേജ് ഓഫീസറെല്ലാം സ്ഥലത്തെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റിയിട്ടുണ്ട്. ഇന്ന് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വന്ന് ആവശ്യമായ പരിശോധന നടത്തി ഇതിൻ്റെ പ്രതിവിധി ഉണ്ടാക്കുമെന്നാണ് ജനങ്ങൾക്ക് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അവരെത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2 ദിവസമായി ഇത്തരത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. മെനഞ്ഞാന്ന് രാവിലെ 7:30ക്കും ഇതേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു 10-15 വീട്ടുകാരെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ നമ്മൾ തിരക്കി. അപ്പോൾ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ വിവരം അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്കാൻ, തീർച്ചയായും ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. എന്തുതന്നെയായാലും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് വിദഗ്ധ സംഘവും ഇന്നിവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ MLA ഇടപെട്ടു. ജില്ലാ കളക്ടറെ വിളിച്ചു. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന്, അല്ലെങ്കിൽ ഇവരുടെ ജനങ്ങളുടെ ഈ ഒരു ആശങ്ക പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ 8 മണിക്ക് കാണുന്ന ജനങ്ങളെല്ലാം തന്നെ വീടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തുതന്നെയായാലും രാവിലെ തന്നെ ഈ സംഘം ഇവിടെ എത്തും എന്ന അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. സ്കാൻ. താങ്ക് യു മിഥില ബാലൻ. ഭൂചലനം ഉണ്ടായി എന്ന് ജനങ്ങൾ പറയുന്ന കായക്കുടിയിലെ എള്ളിക്കാമ്പാറയിൽ നിന്നാണ് മിഥില നമുക്കൊപ്പം ചേർന്ന്. അന്വേഷണം നടക്കട്ടെ, ജനങ്ങളുടെ ഭീതി അകറ്റട്ടെ.